കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഓപ്പൺ ചാലഞ്ച് നടത്തിയ കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉറങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നമ്മളെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരോ ഈ ഫെയിമോ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇവൻ പറയുന്ന പോലെ കുറെ ആൾക്കാരെ ബലോ പിടിപാടോ പൈസയോ അതൊന്നും നമുക്കില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണക്കാരാ, മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറഞ്ഞോ. ഈ പെണ്ണുപിടിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ഇതുമുണ്ട്, മനസ്സിലായോ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ചെറിയ പൊമ്പിള്ളറെ കണ്ടു ഫാന്റസികൾ അറിഞ്ഞു കഴിഞ്ഞാല് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ. ശ്രദ്ധിച്ചു കേട്ടോ, നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക ഞാൻ. അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇതെങ്ങനെ സാധിക്കുന്നു? ഈ ടെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടൂല, 3 ദിവസം എന്തോ എടുക്കൂന്നാ പറയുന്നത്. അല്ല 3 ദിവസം എടുക്കൂല. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കാണണ്ട, എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇതേപോലത്തെ ഒരു മൊമെന്റ് ഇനി ജീവിതത്തിൽ ഉണ്ടാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാലുള്ള തൂത്താ പോവില്ല.